വീണ്ടും ഒരു ശ്രമം ആന നടത്തുന്നു. എല്ലാ ശക്തിയും എടുത്ത് ആന ഒരു ശ്രമം നടത്തുന്നു. ആന ശ്രമം നടത്തുന്നു. ആന കര കയറിയിരിക്കുന്നു. ആന എഴുന്നേറ്റ് നിൽക്കുന്നു. 21 മണിക്കൂർ പിന്നിട്ട ഉദ്വേഗജനകമായ നിമിഷങ്ങൾ. ആന കയറിയിരിക്കുന്നു. ആനയെ പടക്കം പൊട്ടിച്ചുൾപ്പെടെ ആനയെ കൃത്യമായ പാതയൊരുക്കിയ ദിശയിലേക്ക് കടത്താനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് വേറെ ആശ്വാസകരമായ ഒരു കാഴ്ച. ആനയെ ദിശ തെറ്റിക്കാതെ കൃത്യമായി പടക്കം ഉപയോഗിച്ച് ആനയെ കാട് കയറ്റാൻ ഉദ്വേഗജനകമായിട്ടുള്ള നിമിഷങ്ങൾക്കൊടുവിൽ ഇതാ യൂർങ്ങാട്ടിരിയിൽ കിണറ്റിലകപ്പെട്ട ആന കിണറ്റിനകത്ത് നിന്ന് പുറത്തേക്ക് വരികയാണ്. സർവ്വശക്തിയും ഉപയോഗിച്ച് ആന പുറത്തേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സർവ്വശക്തി ഉപയോഗിച്ച് അത് പുറത്തേക്ക് വരുന്നു. 21 മണിക്കൂർ നീണ്ട ദൗത്യം അത് വിജയകരമായി തന്നെ പൂർത്തിയാക്കാൻ വനപാലകർക്ക്, വനവകുപ്പ് ഉദ്യോഗസ്ഥർക്കും പോലീസിനും സാധിക്കുകയാണ്. ആന മുന്നോട്ടേക്ക് വരുന്നു. ആനയെ പടക്കം പൊട്ടിച്ച് ആനയ്ക്ക് ദിശ നിർണ്ണയിച്ചു കൊടുക്കുന്നു, ദിശ കാട്ടിക്കൊടുക്കുന്നു. ആന പുറത്തേക്ക് കയറി വരുന്ന ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നേരം നമ്മൾ കാത്തിരുന്നു. അതിന് തന്നെയാണ് ആനയുടെ ആരോഗ്യനില അവശ്യനിലയിലാണ് ഉള്ളത് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ആന സർവ്വശക്തിയും എടുത്തുകൊണ്ട് ആന സ്വയം കയറി വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആന എന്തായാലും അതൊരു ചെറിയ ആന കൂടിയാണ്, അത്രമാത്രം വലിപ്പമുള്ള ആനയല്ല, കുട്ടിയാന എന്നൊക്കെ പറയാവുന്ന ഗണത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒരു ആന കൂടിയാണ്. ആന എന്തായാലും ഇപ്പോൾ പുറത്തേക്ക് എത്തിയിരിക്കുന്നു. ആനയ്ക്കൊടുവിൽ ശ്വാസം കിട്ടിയിരിക്കുന്നു നമുക്ക് പറയാം. ഒരു കിണറ്റിനകത്ത് പെട്ടുപോയിട്ടുള്ള ഒരു ആനയാണ് 21 മണിക്കൂർ നേരം അതിനുള്ളിൽ അത്രയും ദുസ്സഹമായിട്ടുള്ള അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ അത്രയും ചെറിയൊരു ചുറ്റളവിൽ മാത്രം നിൽക്കേണ്ടി വന്നിട്ടുള്ള ആനയാണ് ഇപ്പോൾ പുറത്തേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും അതിന്റെ ഏറ്റവും സന്തോഷം നൽകുന്ന ആ ദൗത്യം വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ നിമിഷം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ള ഏറ്റവും നല്ല വാർത്ത, ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത്. ആനയ്ക്കായിട്ടുള്ള വഴി കാട്ടിക്കൊടുക്കുകയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ. അവിടെ നിന്ന് ആനയെ അടുത്ത കാട്ടിലേക്ക് തന്നെ, ആന വന്ന വഴിയാണിത്, തിരികെ അതിനെ കാട്ടിലേക്ക് കയറ്റാനുള്ള വഴി കാട്ടിക്കൊടുക്കുക കൂടി ചെയ്യുന്നു. അങ്ങനെ 21 മണിക്കൂർ നേരം നീണ്ടിട്ടുള്ള ആ ദൗത്യം അത് പൂർണ്ണമാവുകയാണ്. വിജയകരമായി തന്നെ ഈ രാത്രിയിലും സങ്കീർണമായിട്ടുള്ള ദൗത്യവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. അനുനയ ചർച്ചകൾക്കൊടുവിൽ നാട്ടുകാരുടെ സമ്മതം ലഭിച്ചതോടുകൂടി ഉദ്യോഗസ്ഥർ ആ ദൗത്യമാണ് ഇപ്പോൾ വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നത്.